വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ചെരക്കാപ്പറമ്പ് ചോലക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന മറുപടിയുമായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും മുസ്ലിം ലീഗ് നേതാവുമായ ഉമ്മർ അറക്കൽ. കരിങ്കൽ പടവല്ല പൊളിഞ്ഞതെന്നും CPMന്റെ നുണപ്രചാരണമാണ് പൊളിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 22-ാം വാർഡിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ചോലക്കുളത്തിൻ്റെ ഒരു ഭാഗം അതിലും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു വീണു. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാണ്ട് CPM നേതാക്കളും പ്രവർത്തകരും പഞ്ചായത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. താങ്കൾ പഞ്ചായത്തിലെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനാണ് ഉമ്മർ അറക്കൽ. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? ജനങ്ങൾ വസ്തുത അറിയണമല്ലോ. യഥാർത്ഥത്തിൽ പൊളിയാത്ത മതിൽ പൊളിഞ്ഞു എന്ന നുണപ്രചരണം നടത്തിയ CPMന്റെ വാദമുഖങ്ങളാണ് യഥാർത്ഥത്തിൽ പൊളിഞ്ഞത്. മതിലല്ല പൊളിഞ്ഞത്, CPMന്റെ നുണപ്രചരണമാണ് പൊളിഞ്ഞത്. ഒരു പഞ്ചായത്തിനെ ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നെറികേടും നുണയും പറയാമെന്നതിൻ്റെ വളരെ വ്യക്തമായ ഉദാഹരണമാണ് ഏറ്റവും അവസാനം ഉണ്ടായത്. അതായത് 30-40 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു കുളത്തിൻ്റെ കരിങ്കൽ ഭിത്തി ഇപ്പോൾ ഈ ഭരണസമിതി നടത്തിയ പ്രവൃത്തിയാണ് എന്ന് വ്യാഖ്യാനിച്ച് അത് പൊളിഞ്ഞു വീണിരിക്കുന്നു എന്ന് നാട്ടുകാരോട് പറഞ്ഞ് ഈ പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും എല്ലാം ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ വില കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയും ഇതെല്ലാം അഴിമതിയാണ്, തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും തരംതാണ നിലപാട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രയോഗിക്കാൻ വാക്കുകളില്ലാത്ത വിധം നിലവാരമില്ലാത്ത നിലപാടാണ് CPM സ്വീകരിച്ചത്. അതും മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന ഒരാൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന തസ്തിക ഇല്ലെങ്കിൽ പോലും CPMന്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ ആ റോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മുമ്പ് ഈ വാർഡിലെ മെമ്പറുമായിരുന്നു, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. അപ്പം നീണ്ട കാലമായി 10-30-40 കൊല്ലമായി CPM ഈ വാർഡിൽ മെമ്പറായിട്ടും ഈ കുളത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി യാതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് UDF മെമ്പറാണ് തൂമ്പലക്കാടൻ ബഷീർ. തൂമ്പലക്കാടൻ ബഷീർ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ആ കുളത്തിൻ്റെ സംരക്ഷണവും നവീകരണവും പ്രവൃത്തി ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊളിഞ്ഞു വീണത് നേരത്തെ പറഞ്ഞതുപോലെ വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുള്ള നമ്മുടെ പഞ്ചായത്ത് ഭരണ സംവിധാനം വരുന്നത് തന്നെ 1995-ലാണ് ഗ്രാമപഞ്ചായത്ത് എന്ന സംവിധാനം വരുന്നത്. ആ 95-നും മുമ്പ് ഏതോ കാലത്ത് നടത്തിയ പ്രവൃത്തിയാണ് പൊളിഞ്ഞു വീണത്. ആ പൊളിഞ്ഞു വീണ പ്രവൃത്തി ഇപ്പോൾ പഞ്ചായത്ത് നടത്തിയ പ്രവൃത്തിയാണ് പൊളിഞ്ഞു വീണത്. അഴിമതിയാണ്, സിമൻറ്റ് കൂട്ടിയിട്ടില്ല, തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ തരം താണ രീതിയിലുള്ള പ്രചരണമാണ് രാഷ്ട്രീയമായി ആയുധമാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ CPMന്റെ ഉത്തരവാദപ്പെട്ട ആളെടുത്ത് പ്രയോഗിച്ചത്. അത് ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല, ഇപ്പം നേരെ തിരിച്ചടി നേരിടുന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. പഞ്ചായത്തിലെ ജനങ്ങൾക്കെല്ലാം അത് മനസ്സിലായി. വാർത്താമാധ്യമങ്ങൾ നേരിട്ട് വന്നു, കണ്ടു, ബോധ്യപ്പെട്ടു. അവിടെ പഴയ കെട്ട് ഏത്, പുതിയ കെട്ട് ഏത് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. ഇപ്പം അത് പൊളിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരിങ്കൽ പടവല്ല പൊളിഞ്ഞത്, CPMന്റെ നുണപ്രചരണമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പൊളിഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ടൊന്നും അങ്ങാടിപ്പുറം പഞ്ചായത്ത് LDFന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് നേതാവാകാൻ ശ്രമിക്കുന്ന ആൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനും സാധിക്കില്ല എന്നുള്ളതാണ് സ്വന്തം പാർട്ടി അണികളിൽ നിന്ന് പോലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനോട് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മറ്റു CPM മെമ്പർമാർ പലരും യോജിക്കുന്നു പോലുമില്ല. ഈ പറയുന്ന മെമ്പറുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളോടും പ്രചരണങ്ങളോടും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ബാക്കി CPMന്റെ മെമ്പർമാർ യോജിക്കുന്നേയില്ല.
ആ വിയോജിപ്പ് അടുത്ത ദിവസങ്ങളിൽ വളരെ പ്രകടമായി പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള സ്ഫോടനമാണ് ഇനി CPM ഉണ്ടാകാൻ പോകുന്നത്. ചോലക്കുളത്തിൻ്റെ പാർശ്വഭിത്തിയല്ല ഇടിയാൻ പോകുന്നത്, CPM അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഐക്യവും അവരുടെ മെമ്പർമാരുടെ ഇടയിലുമാണ് വലിയ ഇടിവുകൾ വരാൻ വേണ്ടി പോകുന്നത്.